സംവിധാനം അവിടെയുണ്ട്. പക്ഷേ എവിടെയായത്? ഇതിപ്പോൾ കഴിവുകെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനത്ത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുമെന്ന് പറയാനേ ഉള്ളൂ. കാരണം ഇതിനു മുമ്പ് ഇതിപ്പോൾ ജയിലാണെങ്കിൽ ബാക്കിയുള്ളത് എന്തെല്ലാം തികഞ്ഞ എന്താ പറയുക ബുദ്ധിശൂന്യത കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കഥകൾ എത്രയുണ്ട്, ഒരുപാടില്ലേ. മരണങ്ങൾ എത്ര നടന്നു? ആ മരണങ്ങളിലെല്ലാം സർക്കാരിൻ്റെ നിസ്സഹായാവസ്ഥയെ അവർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അവരുടെ കഴിവുകേടിൻ്റെ പര്യായമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു നാണം കെട്ട ഒരു കഴിവുകെട്ട ഒരു സർക്കാർ ഇതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കണം. ഇതിനെക്കുറിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതിന് ഞാൻ പറയുന്നു, ആ ജയിലിൽ തന്നെ അതിനുള്ള സംവിധാനം അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ജമ്പിങ്. എത്ര ഹൈറ്റാണെന്നറിയോ? എൻ്റെ നാട്ടിലെ ജയിലാണ്. എത്ര ഹൈറ്റിൽ നിന്ന് അവൻ തുള്ളിയെന്നറിയോ? അപ്പോൾ അതിനൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സഹായം ആ ജയിലിൽ നിന്ന് അവന് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ നട്ടലുണ്ടെങ്കിൽ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. UDF കൺവീനർ പറഞ്ഞത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. UDF കൺവീനർ അത് UDF കൺവീനറുടെ അഭിപ്രായം. ഞാനിപ്പോൾ ഇദ്ദേഹം രാജിവെക്കണമെന്നൊന്നും ഞാനും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ് ഈ പറയുന്ന വീക്ക്നെസ്സസിൻ്റെ എല്ലാം പൾസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ CBI അന്വേഷണം കൊണ്ട് ഇതിൻ്റെ അകത്ത് ജയിലിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കണം. ജയിൽ ചട്ടങ്ങൾ CPMമാർക്ക് വേണ്ടി മാറ്റിയത് കാരണമല്ലേ ഇതൊക്കെ? സാധാരണഗതിയിൽ CPMകാർക്കെല്ലാ ആനുകൂല്യങ്ങൾ അവിടെയുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ പല ജയിലിലുള്ള നമ്മുടെ തടവുകാരെ കയ്യേറ്റം ചെയ്യുമ്പോൾ അത് സൂപ്രണ്ടോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ സൂപ്രണ്ട് പറയുന്നത് അത് നിനക്ക് ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല, അത് മുകളിൽ നിന്ന് പറഞ്ഞിട്ട് ഇവിടെ ആക്കിയതാണ്, അല്ലെങ്കിൽ മറ്റു ജയിലിൽ പോകേണ്ടതാണെന്ന് പറഞ്ഞ കേസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് അവരുടെ CPM അനുഭാവികളായ തടവുകാർക്ക് അവിടെയെല്ലാം ഒരു പി ജയരാജൻ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ പി ജയരാജൻ, ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വാർത്തയാണ് ഇന്ന് കേരളത്തെ തേടിയെത്തിയത്. അത്യന്തം ആശങ്കാജനകമായ വാർത്ത. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മൾ രാവിലെ കേട്ടത്. അദ്ദേഹത്തെ ആ തടവുകാരൻ കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദചാമിയെ അടച്ച സെല്ലിന്റെ ഒരഴി മുറിച്ചാണ് അദ്ദേഹം പുറത്തു കടന്നത് എന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം. അപ്പൊ അതനുസരിച്ച് അദ്ദേഹം ജയിൽ ചാടി. അതനുസരിച്ച് പോലീസ് ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം നടത്തുകയാണ്. എത്രയും വേഗം അദ്ദേഹത്തെ ഈ കുറ്റവാളിയെ പിടികൂടും എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ പി ജയരാജൻ, 7.5 മീറ്റർ ഉയരമുള്ള ഒരു മതിലാണ് ഇയാൾ ചാടിയിരിക്കുന്നത്. ഒറ്റ കൈ മാത്രമേ ഉള്ളൂ. തുണി അടക്കം ശേഖരിച്ച് ഇയാൾ വടം കെട്ടിയാണ് ചാടിയിരിക്കുന്നത് പുറത്തേക്ക്. ഇലക്ട്രിക് ഫെൻസിങ്ങിൽ, ഇത്തരം വലിയ സുരക്ഷ ഉള്ള ജയിലുകളിൽ ആ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ വൈദ്യുതി പ്രവഹിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ വൈദ്യുതി പ്രവഹിച്ചില്ല. മാത്രമല്ല, വലിയ തോതിൽ തുണി ശേഖരിച്ച് വടം കെട്ടുവാനൊക്കെ ഇയാൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇയാൾ ആക്സ് ബ്ലേഡ് ഉപയോഗിച്ച് ഈ ജയിലിന്റെ കമ്പി മുറിച്ചു മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ ആരുടെയും സഹായമില്ലാതെ പറ്റുമോ? എന്താണ് താങ്കളുടെ ഒരു ലോജിക്കിൽ തോന്നുന്നത് ശ്രീ പി ജയരാജൻ? അല്ല, അത് സംബന്ധിച്ച് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞു, കൃത്യമായിട്ട് ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ആ അന്വേഷണം സർക്കാർ നടത്തും. സർക്കാർ അതിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വലിയ വീഴ്ച സംഭവിച്ചു ജയിൽ വകുപ്പിന് എന്ന ആരോപണമാണ് ഉയരുന്നത്. അതിനോടുള്ള പ്രതികരണം? അല്ല, ജയിൽ വകുപ്പിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ഇതിന് അദ്ദേഹത്തിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കർശനമായിട്ടുള്ള നടപടിക്ക് വിധേയമാവേണ്ട കാര്യമാണ്. ഇതെല്ലാം സംബന്ധിച്ച് സർക്കാർ സ്വാഭാവികമായിട്ടും അന്വേഷിക്കുമല്ലോ. അപ്പോ ആരെങ്കിലും ഈ കുപ്രസിദ്ധ കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ടുള്ള ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണല്ലോ. ആ കുറ്റത്തെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള നടപടികൾ വരും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നന്ദി ശ്രീ പി ജയരാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും വലിയ തോതിലുള്ള അന്വേഷണം നടക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഏതായാലും വലിയ തോതിലുള്ള തെരച്ചിൽ നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. എങ്ങനെയാണ് ഈ 7.5 മീറ്റർ ഉയരം ഇയാൾക്ക് ഒറ്റയ്ക്ക് ചാടിക്കടക്കാൻ പറ്റിയത്? വടം തയ്യാറാക്കാൻ എങ്ങനെയാണ്, എവിടെ നിന്ന് തുണി കിട്ടി?
അതിനൊക്കെ ആരൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ ആ സമയം വൈദ്യുതി പ്രവഹിക്കാതിരുന്നത്? അതോ ഒരുപാട് കാലമായി അത് അങ്ങനെയാണോ? ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. വലിയ സുരക്ഷാ വീഴ്ച തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ആ ജയിലിൽ ഇയാൾ പുറത്തേക്ക്, ഈ കൊടും ക്രിമിനൽ പുറത്തേക്ക് ചാടി എന്ന വിവരം തന്നെ ഉന്നത അധികാരികളിലേക്ക് എത്തുവാൻ വളരെ സമയം വൈകി എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. 7 മണിയോടെ മാത്രമാണ് ഇത് പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് അവിടെ ഒതുക്കി തീർക്കുവാൻ, അവിടെ അയാളെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ, ഈ കാര്യങ്ങൾ വേഗം പരിഹരിക്കുവാനൊക്കെ ഉള്ള ഒരു ശ്രമം അവിടെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട്. റിജിൽ മാക്കുട്ടി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ റിജിൽ മാക്കുട്ടി, വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ പുറത്തിറങ്ങി നടക്കുകയാണിപ്പോൾ. തീർച്ചയായും ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്. ജയിലിന്റെ അകത്ത് നിന്ന് ഇത്രയും നൊട്ടോറിയസ് ക്രിമിനലായി ശിക്ഷിക്കപ്പെട്ട പ്രതി കൂളായി ജയിലിൽ ചാടുന്നുണ്ട്. എന്ത് സംവിധാനമാണ് ഈ ജയിലിനകത്തുള്ളത്? ഈ പ്രതികൾ ആയി ശിക്ഷിക്കപ്പെട്ടവർക്കൊക്കെ സർവ്വ സുഖ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന നാണം കെട്ട ഒരു ആഭ്യന്തര വകുപ്പല്ലേ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ജയിൽ വകുപ്പ്, എന്തിനാണ് ജയിലിൽ ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇത്തരത്തിൽ ഏത് പ്രതികൾക്കും ഏറ്റവും നൊട്ടോറിയസ് ആയ ഈ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച് വളരെ ഭീകരമായ ഒരു സഹോദരിയെ കൊലപ്പെടുത്തി കേസ് ശിക്ഷിക്കപ്പെട്ട പ്രതി അവിടുന്ന് ചാടിപ്പോന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വലിയ നാണക്കേടും ഇതിനപ്പുറം വലിയ വീഴ്ചയും പറയാനുണ്ടോ? നഗര പരിസരത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉൾപ്പെടെ ഈ പോലീസിന്റെ കൂടെ ഇയാളെ പരതിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളടക്കം ആ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ശ്രീ റിജിൽ മാക്കുട്ടി ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്? താങ്കളൊക്കെ എവിടെയാണുള്ളത് ഇപ്പോൾ? ടൗൺ നഗരപരിസരമായ തളാപ്പ് എന്ന് പറയുന്ന പരിസരത്താണ്. തളാപ്പ് പരിസരത്ത് ഇതുവഴി ഓടിപ്പോയി എന്നുള്ളതാണ് ദൃക്സാക്ഷി പറഞ്ഞ അടിസ്ഥാനത്തിൽ പോലീസിന്റെ കൂടെ നാട്ടുകാരെന്ന നിലയിൽ നമ്മളെല്ലാവരും പരിശോധനയിലുണ്ട്. പക്ഷെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വലിയ സുരക്ഷാ വീഴ്ച തന്നെ സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തേക്ക് അറിയിക്കുവാൻ തന്നെ വലിയ കാലതാമസം നേരിട്ടു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? 7 മണിയോടെയാണ് ഉന്നത പോലീസ് അധികാരികൾ അറിയുന്നത്. അവിടെ കാര്യങ്ങൾ ഒതുക്കി തീർക്കുവാനുള്ള ഒരു ശ്രമം നടന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ക്രിമിനൽ ശിക്ഷിക്കപ്പെട്ട പ്രതി, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതി അവിടുന്ന് രക്ഷപ്പെടുമ്പോൾ അത് പരിശോധിച്ചില്ല, അല്ലെങ്കിൽ അയാളെ ഇത്ര സമയമായിട്ട് ജയിൽ ചാടിയതിനു ശേഷം പിന്നെയാണ് കണ്ടെത്തുന്ന പറയുമ്പോൾ എന്ത് സുരക്ഷയാ ജയിലുള്ളത്? എന്ത് സംവിധാന ജയിലുള്ളത്? ജയിലെന്ന് പറയുന്നത് സുഖ സൗകര്യങ്ങളുടെ കേന്ദ്രം, സുഖവാസ കേന്ദ്രമാണ്. ആ സുഖവാസ കേന്ദ്രത്തിൽ ഏത് പ്രതിക്കും രക്ഷപ്പെടാൻ പറ്റുന്ന സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സംഘടിപ്പിക്കുവാൻ, അതാണ് പ്രധാനമായും വരുന്ന സംശയം. ഇയാൾക്ക് എവിടെ നിന്ന് ആക്സ് ബ്ലേഡ് കിട്ടുന്നു? ഇയാൾക്ക് എവിടെ നിന്ന് ഇത്രയും വടം തയ്യാറാക്കുവാനുള്ള തുണികൾ കിട്ടുന്നു? ഇനി കിട്ടിയാൽ തന്നെയും അതുപയോഗിച്ച് ഒരു വടമൊക്കെ ഇത്രയും ഉറപ്പോടെ കെട്ടി ഒറ്റ കൈ ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ജയിൽ ചാടുവാൻ എങ്ങനെ അവസരം കിട്ടി എന്ന് പറയുന്ന സംശയമാണുള്ളത്. ഇത് ഒരു കൈ സഹായം മാത്രമൊന്നുമല്ല കിട്ടിയിട്ടുള്ളത്, പല കൈ സഹായമാണെന്ന സംശയമാണ് ഉയരുന്നത് ഈ ഘട്ടത്തിൽ. ഇയാൾ ഒരു പ്രതിക്ക് ജയിലിൽ ചാടണമെങ്കിൽ അതിന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത സംവിധാനം ജയിലിനകത്തുണ്ട്. കൂടെ ഒരുപാട് പ്രതികൾ സഹായിച്ചിട്ടുണ്ട്. ഈ പോലീസ് ജയിൽ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന ഈ ആൾക്കാർ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഈ ഒരു പ്രതി ഇത്തരത്തിലുള്ള ആസൂത്രണം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ജയിൽ ചാടാൻ സൗകര്യം ഒരുക്കുമ്പോൾ എന്തിനാണ് ഈ സംവിധാനം? ഞങ്ങളിത് രാഷ്ട്രീയപരമായി ആക്ഷേപിക്കുന്നതിനപ്പുറത്തേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതുപോലെ ജയിലുകളിൽ നടക്കുന്ന കുത്തഴിഞ്ഞ സംവിധാനം, പ്രതികൾ അവിടെ രാജാക്കന്മാരാണ്, ഇതിന് ഭൃത്യന്മാരും ദാസന്മാരുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. രാഷ്ട്രീയ തടവുകാർ അവരുടെ വിളയാട്ട ഭൂമിയാണ് അവിടെ. അവിടെ ഫോൺ സൗകര്യമുണ്ട്, അതോടൊപ്പം തന്നെ മദ്യമുണ്ട്, മദിരാശിയുണ്ട്, എല്ലാ സംവിധാനം അവിടെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പുറത്ത് വാർത്ത വന്നിട്ടില്ലേ? അപ്പൊ ഈ ഗോവിന്ദചാമിയെ പോലെയുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ ജയിലിൽ ചാടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇവിടെ സുരക്ഷ? ജയിലിൽ പോലും, ജയിലിൽ കിടക്കുന്ന പ്രതികൾ പോലും കൂളായി ഇറങ്ങിപ്പോലെ. ഓക്കെ, കിട്ടി. റിജിൽ, എന്താണ് വിവരം അവിടെ നിന്നുള്ള? റിജിൽ, റിജിൽ, അയാളെ കിട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ പരിസരത്ത് നിന്ന്? നിഖിൽ കേൾക്കാമോ? വളരെ ഇവിടെ
കെട്ടിടത്തിനകത്ത് നിന്ന് ഗോവിന്ദചാമി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. പിടികൂടാനുള്ള ശ്രമം നടത്തുന്നു. ഇവിടെയുള്ള ഒരു പഴയ കെട്ടിടമാണ്, ആ കെട്ടിടത്തിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പിടികൂടി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇത് ഗോവിന്ദചാമി ഇവിടെയുള്ള ഒരു പഴയ കെട്ടിടത്തിൽ നിന്ന് കണ്ണൂർ നഗരത്തിൽ കണ്ണൂർ DCCക്ക് മുന്നിലെ ഒരു പഴയ കെട്ടിടത്തിനകത്ത് നിന്ന് പിടികൂടിയിരിക്കുന്നു. ഗോവിന്ദചാമി പിടിയിലെന്ന വാർത്തയാണ് വരുന്നത്. പഴയ കെട്ടിടത്തിനകത്ത് നിന്ന് ഗോവിന്ദചാമിയെ പിടികൂടുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ. കണ്ണൂർ നഗരത്തിനുള്ളിലെ ഒരു പഴയ കെട്ടിടത്തിനുള്ളിൽ അതാ ഗോവിന്ദചാമിയെ പിടികൂടാനുള്ള ഓപ്പറേഷനാണ് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. പിടിച്ചുകൊണ്ടിരുന്ന രംഗം നമ്മൾ കാണുന്നത്. അയാളെ കണ്ടെത്തിയിരിക്കുന്നു. പഴയ കെട്ടിടത്തിന് സമീപമുള്ള കിണറ്റിലാണ് ഗോവിന്ദചാമി ഉണ്ടായിരുന്നത് എന്ന വിവരവും എത്തുന്നുണ്ട്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണിപ്പോൾ ന്യൂസ് മലയാളം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദചാമി പഴയ കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊടും ക്രിമിനൽ അയാൾ ഒളിച്ചിരിക്കുവാൻ ഏതറ്റം വരെയും പ്രയോഗിക്കും, എന്ത് കടുങ്കയും എന്ത് തരത്തിലുള്ള മാർഗങ്ങളും ഉപയോഗിക്കും എന്നതിന്റെ ഉദാഹരണമാണ്. അയാൾ ആ കിണറ്റിലാണ് മറഞ്ഞിരിക്കാൻ ശ്രമിച്ചത്. ഏതായാലും കിണറ്റിൽ നിന്ന് അയാളെ പുറത്തെത്തിച്ചിരിക്കുന്നു. ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു എന്ന് പറയുന്ന ആശ്വാസ വാർത്തയാണ് കേരളം ഇപ്പോൾ കേൾക്കുന്നത്. കാണിക്കുന്നത് ഏതായാലും ഇയാളെ പിടികൂടാനാകും തന്നെയാണ് കരുതുന്നത്. നിഖിൽ, ഇയാളെ പിടികൂടുവാൻ പോലീസിന് ഇയാളെ കൃത്യമായി പിടികൂടുവാൻ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ജയിൽ ചാടിയ ഗോവിന്ദചാമി, ഇന്ന് പുലർച്ചെയോടെ ജയിൽ ചാടിയ ഗോവിന്ദചാമി ഇതാ പിടിയിലായിരിക്കുന്നു. കൃത്യം 10:40 ഗോവിന്ദചാമിയെ പിടിയിലായി, പോലീസിനെ പിടികൂടാനായി എന്ന വാർത്തയാണ് എത്തുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. പുലർച്ചെ 1:15 3 മണിക്കിടയിൽ ജയിൽ ചാടുന്നു. 5 മണിയോടുകൂടി സ്ഥിരീകരിക്കപ്പെടുന്നു. 7 മണിയോടുകൂടിയാണ് പുറം ലോകത്തേക്ക് വാർത്ത എത്തുന്നത്. അധികാരികളെ റിപ്പോർട്ട് ചെയ്യുന്നത് 7 മണിയോടെയാണ്. ഏതായാലും അതിനുശേഷം വലിയ തെരച്ചിൽ തന്നെ കണ്ണൂർ നഗരം അരിറ്റുപെറുക്കിയുള്ള പരിശോധനയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഗോവിന്ദചാമിയെ പിടികൂടാനായി എന്ന ആശ്വാസ വാർത്തയാണിപ്പോൾ എത്തുന്നത്. 2011 സൗമ്യ വധക്കേസിൽ കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു. ജയിൽ ചാടിയ ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തുന്നത്. CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പിടിയിലാകുന്നതിന് മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ. ഏതായാലും ഇയാൾ പിടിയിലായി എന്ന് പറയുന്ന ആശ്വാസ വാർത്തയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അത്യന്തം കൊടും ക്രിമിനലാണ്. ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ ലൈംഗിക കുറ്റകൃത്യം ഇയാൾ ആർക്കുനേരെയും അഴിച്ചുവിടാൻ പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. അയാളാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതാ ദൃശ്യങ്ങൾ എത്തുകയാണ്. കിണറ്റിൽ നിന്നും ഗോവിന്ദചാമിയെ പിടികൂടുന്ന, നല്ല വെള്ളമൊക്കെയുള്ള കിണറാണ് എന്നാണ് മനസ്സിലാകുന്നത്. അയാൾ അവിടേക്ക് ചാടി മറഞ്ഞിരിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ പിടികൂടപ്പെട്ടിരിക്കുന്നു. ദൃശ്യങ്ങൾ ഇതാ എത്തുകയാണ്.
വലിയ സന്നാഹങ്ങൾ ഒരുക്കി തന്നെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. ജയിൽ ചാടിയ ഗോവിന്ദചാമിക്ക് ഏതായാലും കണ്ണൂർ നഗരം വിട്ടുപോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അയാളെ പലയിടങ്ങളിൽ ആളുകൾ കാണുന്ന സ്ഥിതിയുണ്ടായി. 9 മണിയോടുകൂടി അയാളെ കണ്ടതായി ദൃക്സാക്ഷി മൊഴിയുണ്ടായിരുന്നു. ഗോവിന്ദചാമിയെ പുറത്തേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് ഉടൻ പ്രേക്ഷകരിലേക്ക് വിശദമായി തന്നെ എത്തും. ഇതാ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്, അയാളെ കിണറ്റിൽ നിന്ന് പിടികൂടുന്ന ദൃശ്യങ്ങൾ. മറഞ്ഞിരിക്കാൻ പോലും ആയി ഒരു കിണറ്റിൽ പോലും എടുത്തു ചാടുവാനുള്ള മാനസികാവസ്ഥയുള്ള കൊടും ക്രിമിനൽ അയാളെയാണിപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിനകത്തെ ഒരു പഴയ കെട്ടിടത്തിന്റെ വളപ്പിലുള്ള കിണറ്റിൽ നിന്നും ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു. അരിച്ചു പെറുക്കിയുള്ള പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതായാലും 7 മണിക്ക് ശേഷം ഉണ്ടായത്. വലിയ സുരക്ഷാ വീഴ്ച ജയിലിൽ സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരം സന്നാഹങ്ങൾ, അത്തരം കോപ്പുകൂട്ടിയാണ് ഗോവിന്ദചാമി അവിടെ നിന്നും ചാടിയത്. 7.5 മീറ്റർ ഉയരമുള്ള വലിയ മതിൽ അയാൾ ഭേദിച്ച് കടക്കുകയാണ്. അത് വടം ഉപയോഗിച്ചാണ്, അത്തരത്തിൽ തുണികൾ ഉപയോഗിച്ച് വടം കെട്ടി വലിയ ജയിൽ ചാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അത്യന്തം സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ ഗോവിന്ദചാമി ഏതായാലും പിടിയിലായിരിക്കുന്നു എന്ന് പറയുന്നത് ആശ്വാസകരമായ വാർത്ത. ആ ദൃശ്യങ്ങളിലേക്ക്. പിടികൂടുന്നതിനിടയിലും ചെറുത്തുനിൽപ്പിനുള്ള ശ്രമങ്ങൾ അയാൾ നടത്തുന്നത് കാണാം. ഒരു കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും അയാൾ വളരെ ശാരീരിക ശേഷിയുള്ള ആളാണ്. അത്തരത്തിൽ മൽപ്പിടുത്തം നടത്തേണ്ടി വരുന്നുണ്ട് പോലീസിന്. അത്രയധികം പോലീസുകാർക്ക് പോലും അയാളെ വരുതിയിൽ നിർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത്രയും ശാരീരിക ശേഷിയുള്ള ഒരു കൊടും ക്രിമിനലാണ്. അയാൾ വെളിയിലുണ്ട് എന്നറിഞ്ഞ 6-7 മണിക്കൂറുകൾ ഏതായാലും കേരളം മുൾമുനയിൽ തന്നെയാണ് നിന്നത്. ആണും പെണ്ണും പേടിച്ച് തന്നെയാണ് ഇവിടെ ആ വാർത്ത കേട്ടത്. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത കൊടും ക്രിമിനലാണ് ഗോവിന്ദചാമി എന്ന് അയാളുടെ കേസ് ചരിത്രങ്ങൾ നമുക്ക് മുന്നിൽ പറയുന്നുണ്ട്. അത്രയധികം പോലീസുകാർ ചേർന്ന് പിടിച്ചിട്ടും കുതിരയോടുവാനുള്ള ശ്രമമാണ് ഗോവിന്ദചാമി നടത്തുന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ജയിലിൽ ചാടുന്നത് എന്തൊരു ആഭ്യന്തര വകുപ്പും എന്തൊരു പോലീസാണ് ഇത് മനസ്സിലാക്കേണ്ട. ഇത്ര നൊട്ടോറിയസ് ക്രിമിനലിന് പോലും ഈ ജയിലിൽ ചാടണമെങ്കിൽ അവിടെ ഗൂഢാലോചന നടന്നില്ലേ? പിന്നെ എന്തിനാണ് ജയിൽ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരാണ് നിൽക്കുന്നത്? എന്ത് സുരക്ഷയുള്ളത്? ആർക്ക് വേണമെങ്കിൽ ജയിലിൽ പോയിക്കൂടെ? ജയിലിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ ആക്ഷേപത്തിനപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയല്ലേ? ഗോവിന്ദചാമി പോലും ജയിൽ ചാടിയ സ്ഥിതിക്ക് എന്തിനാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വം കൊണ്ട് നിൽക്കുന്നത്? അല്ല, കിണറ്റിലുണ്ടായത്. കിണറ്റിൽ തന്നെയാണ് അയാൾ പിടിച്ചു നിന്നത്. പട പിടിച്ച് നിൽക്കുകയായിരുന്നു. പട ഫുൾ വെള്ളമാണ്. ഇപ്പൊ 2 പട മാത്രമേ വെള്ളമില്ലാണ്ടുള്ളൂ. അതെ, കിണറ്റിൽ വീണത് കൊണ്ടാണ് എനിക്കൊന്ന് ഒളിച്ചിരിക്കുക. അയാൾ അത്രയും അഭ്യാസിയാണ്.
ഒറ്റ കൈ കൊണ്ട് ആ കിണറ്റിൽ നിൽക്കണമെങ്കിൽ ചെറിയ അഭ്യാസമൊന്നുമല്ലല്ലോ. അതെ 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 ജയിലിൽ ചാടിയവന് പിന്നെ എന്തും ചെയ്യാൻ പറ്റൂലേ? അല്ല, ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. നമ്മളവിടെ കണ്ടപ്പോൾ പിന്നെ ആൾ വന്നു, പിന്നെ പോലീസിൻ്റെ ഇത് വടം വന്നു, എന്നിട്ടാണ് കഴിച്ചത്. അതെ അതെ ഇത് പറഞ്ഞത് ശരിയാണ്. അത്രയും അഭ്യാസിയാണ് അയാൾ. അങ്ങനെ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിച്ച് ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ വിധത്തിൽ അയാൾ ചാടാൻ ശ്രമിച്ചുവെങ്കിൽ പതുങ്ങിയിരിക്കുവാനും മറഞ്ഞിരിക്കുവാനും എന്തു മാർഗവും പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ്, 2 പടവിൽ മാത്രമാണ് വെള്ളം ഉണ്ടാവാതിരുന്നത്. അത്രയും നിറഞ്ഞു കിടന്ന ഒരു കിണറ്റിലാണ് അയാൾ മറഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഏതായാലും അരിച്ചുപെറുക്കിയുള്ള പരിശോധന ഫലം കണ്ടു. കണ്ണൂർ നഗരം വിട്ടുപോകാൻ ഗോവിന്ദചാമിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഏതായാലും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും കേരളം ആശ്വാസപൂർവമാണ് ആ വാർത്ത കേൾക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 6-7 മണിക്കൂർ ഓരോ മനുഷ്യനും മുൾമുനയിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതുപോലെ ഒരു കൊടും ക്രിമിനൽ പുറത്തിറങ്ങി എന്തും ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ആളാണ് അയാൾ എന്ന് അയാളെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു. ആ വിധിന്യായത്തിലടക്കം എഴുതി വച്ചിട്ടുണ്ട്. അത്രയും കരുതിയിരിക്കേണ്ട ഒരു കൊടും ക്രിമിനലാണ് ഇയാൾ എന്ന കാര്യം. ഇയാളുടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ആശങ്കയോടെയാണ് അത് കേട്ടത്. അയാൾ ജയിൽ ചാടുമോ എന്നത് ഇപ്പോൾ ഈ പിടികൂടിയ അഷ്റഫ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും ആശങ്ക പങ്കുവച്ചത് നമ്മൾ കണ്ടതാണ്. എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു പേടി സ്വപ്നമായിരുന്നു ഗോവിന്ദചാമി എന്നെങ്കിലും ജയിൽ ചാടുമോ എന്നുള്ളത്. അതാണ് ഇന്ന് സംഭവിച്ചത്. ഏതായാലും അയാളെ പിടികൂടിയിരിക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം ആശ്വാസകരമായ കാര്യം. കേരളത്തിലെ ഓരോ മനുഷ്യരും, കേരളത്തിലെ എന്നല്ല, ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ്. ഇയാൾ ബോംബെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വലിയ കുറ്റകൃത്യ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ്. വലിയ സ്വാധീനങ്ങളുള്ള കുറ്റകൃത്യ മാഫിയയിലെ കണ്ണിയാണ് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ പ്രശ്നം തന്നെ സംശയിക്കപ്പെട്ടിരുന്നു, ഉണ്ടാകുമെന്ന് നമ്മൾ ഭീതിപ്പെട്ടിരുന്നു, ആശങ്കപ്പെട്ടിരുന്നു. ഏതായാലും കണ്ണൂരിൻ്റെ ചുറ്റളവ് ഭേദിച്ച്, അതിർത്തി ഭേദിച്ച് അയാൾക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത്യന്തം ആശ്വാസകരമായ കാര്യം. അപ്പോഴും അയാൾക്ക് മുന്നിൽ മണിക്കൂറുകൾ കിട്ടി എന്ന് പറയുന്നത് നമ്മളൊരു ചങ്കിടിപ്പോടെ മാത്രമേ ഇപ്പോൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ആലോചിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അയാൾക്ക് എവിടെയും രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്ന ആശ്വാസ വാർത്തയാണ് ഏതായാലും ഈ മണിക്കൂറിൽ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഗോവിന്ദചാമിയെ കണ്ണൂർ നഗരത്തിനകത്ത് നിന്ന് തന്നെയുള്ള ഒരു പഴയ കെട്ടിടത്തിനടുത്തുള്ള ഒരു കിണറ്റിൽ നിന്ന് ആണ് പിടികൂടിയിരിക്കുന്നത്.